റൊമാൻസിലൊരു ഒരു ബ്രോ ആണ് ഐഷു. കട്ടുറുമ്പല്ല. എന്തിനാ എനിക്കുണ്ട് ഒരു കാര്യം ഈ റൊമാൻസ് എന്ന് പറഞ്ഞ ഈ ഒരു നമ്മൾ ടൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാ ടൈറ്റിലും എന്തെങ്കിലും ഒരു ഈ ഐസ് ബ്രേക്ക് മൊമെന്റ്സ് ഒക്കെ കാണുന്നത്. all of us started off as strangers. ഐസ് ബ്രേക്ക് ആയതുകൊണ്ട് നെക്ക് ബ്രേക്ക് ചെയ്തപ്പോഴാണ്. ആഷിഖ് ഉസ്മാൻ. AU ഭയങ്കര കൂളാണ്. ADJ കുറച്ച് നമുക്ക് ADJ സൂപ്പർ കൂളാണ്. രണ്ടും രണ്ട് എക്സ്ട്രീമിലേക്ക് നിൽക്കുന്ന കൂൾ പേഴ്സൺസ്. ബ്രദർ ആൻഡ് റൊമാൻസ് കൂടി ചേർന്ന ബ്ലെൻഡ് ചെയ്യുന്ന ഒരു വാക്കാണ് ബ്രൊമാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫ് സ്ക്രീനും ഇതേപോലെ ബ്രൊമാൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാസ്റ്റ് ആണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഐ ഹാവ് വിത്ത് മീ ദ ടീം ഓഫ് ബ്രൊമാൻസ്. വെൽക്കം ടു ഞാൻ വിടമാട്ടെ ബൈ കീർത്തി. Thank you so much. എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൊമാൻസിലെ കട്ടുറുമ്പാണോ ഐഷു എന്ന് പറയുന്ന ഈ റൊമാൻസിലൊരു ഒരു ബ്രോ ആണ് ഐഷു. കട്ടുറുമ്പല്ല. എന്തിനാ എനിക്കുണ്ട് ആ ചോദ്യം ചോദിച്ചു. ഡബിൾ പവർ പറഞ്ഞു. റൊമാൻസിലെ കട്ടുറുമ്പല്ല, ആക്ച്വലി ബ്രൊമാൻസിലെ ഒരു മെമ്പറാണ്. ഈ ബ്രൊമാൻസ് ഗാങ്ങിലെ ഒരു ബ്രോയാണ്. ഒരു ബ്രോ ആണ് ഞാൻ. സോ ബ്രൊമാൻസ് പറയുമ്പോ ബ്രദേഴ്സ് അല്ലെങ്കിൽ മെയിൽ എന്നുള്ള ഐഡിയ അല്ല. ബേസിക്കലി ബോണ്ടിങ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് ഞങ്ങൾ മീൻ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ലൈക്ക് നമ്മൾ വി ഹാവ് ദിസ് കാഷ്വൽ തിങ് അല്ലേ. പെൺകുട്ടികളാണെങ്കിലും വി കോൾ ബ്രോ, ഹേ ബ്രോ, ഡൂഡ് എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ. ഡസന്റ് മീൻ മെയിൽ ഫീമെയിൽ എന്നുള്ള ഒരു ഐഡിയ ഇല്ലല്ലോ. അതുപോലെ തന്നെ ഒരാളാണ് ഐഷു ഈ ബ്രൊമാൻസ് ഗാങ്ങിൽ. അല്ല, നമുക്ക് ഈ മിസ്കൺസെപ്ഷൻ വരുന്ന വെച്ചാൽ ഞങ്ങൾക്ക് ഫിലിം കണ്ടിട്ടില്ല. ഫിലിം 14 റിലീസ് ആണ്. അപ്പൊ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ കടിച്ചു കീറാൻ വരുന്ന ഒരു കഥാപാത്രം തോന്നുന്നോണ്ടാണ് ചോദിച്ചത്. ഓ, കടിക്കുന്നോണ്ടാ? അങ്ങനെയൊന്നും ഞാൻ അത്ര ബുദ്ധിപരമായിട്ട് ഞാൻ ചിന്തിച്ചില്ല. കട്ടുറുമ്പ് അങ്ങനെയാണെങ്കിൽ ആവാം. ഞാൻ മിണ്ടായിരുന്നിട്ട് അത്ര ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. ഇപ്പൊ ഈ റൊമാൻസ് എന്ന് പറഞ്ഞ ഈ ഒരു നമ്മൾ ടൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാ ടൈറ്റിലും എന്തെങ്കിലും ഒരു ആദ്യമായിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ടോ? ഞാൻ അതിനെല്ലാരും ഉത്തരം പറഞ്ഞു. വിനിച്ചേട്ടൻ ഉത്തരം പറഞ്ഞു. ഞങ്ങളൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മൂവിയിൽ നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാൽ ജെൻസി ലാംഗ്വേജസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ റീൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് വേഴ്സസ് ഹൗ ഇറ്റ് എൻഡഡ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ജേർണി നോക്കി കഴിഞ്ഞാൽ ഇൻ ദ മൂവി ഹൗ ഇറ്റ് started, how was the starting and what was this ending like, and ഈ ice break moments ഒക്കെ കാണുമല്ലോ തമ്മിലുള്ള. all of us started off as strangers. ഐസ് ബ്രേക്ക് ആയതുകൊണ്ട് നെക്ക് ബ്രേക്ക് ചെയ്തപ്പോഴാണ്. അല്ല, ആക്ച്വലി സത്യം പറഞ്ഞാ ഇന്ന് ഞാൻ പറയുന്നതല്ല ഇങ്ങനെയാണ്. അതല്ല, ഈ പടത്തിനിടയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് നെക്ക് ബ്രേക്ക് ആയപ്പോഴാണ് ശരിക്കും അന്നാണ് ഞങ്ങൾ എല്ലാം കൂടെ ഒന്ന് ബോണ്ടിങ് ആവുന്നത്. ആപത്തിന്റെ അല്ല, അതിനുശേഷം നമ്മള് നമ്മുടെ എല്ലാ ഡേറ്റും നമുക്ക് കുറെ ഡേറ്റ് ഇഷ്യൂസ് ഒക്കെ വന്ന് അതെല്ലാം സോർട്ട് ചെയ്ത് പടം തുടങ്ങി നമ്മൾ ഇത് തീർത്തിട്ട് അടുത്ത പരിപാടിയിൽ കയറുന്നുള്ളൂ എന്നുള്ള ഭാഷ. അപ്പം ആ ഗ്യാപ്പിനുള്ളിൽ വി സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ഈച്ച് അതർ. ഞങ്ങൾ ഫോണിൽ സംസാരിക്കും. ഇല്ല, അങ്ങനെ സംസാരം കുറവായിരുന്നു. എന്നാലും അത്ര ഒരു ഇവന്റ് ഒരുമിച്ച് നമ്മള് ഫേസ് ചെയ്തതിന്റെ ഒരു ബോണ്ട് വന്നു. അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മൾ ഇവനെ ഭയങ്കര കെയർ ചെയ്യാൻ തുടങ്ങി. അതെ അതെ. ആക്ച്വലി അന്നത്തെ ദിവസം ഈ ഷൂട്ട് നടന്ന ദിവസമായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കോമ്പിനേഷൻ വരുന്നത്. അന്ന് ഞങ്ങള് ഭയങ്കര സിങ്ക് ആയി തുടങ്ങി. നമുക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങി. ചുറ്റും മറ്റേ വലിയ റിഗും ലൈറ്റ് ഒക്കെ മറ്റേ ഹെലികോപ്റ്റർ വന്ന പോലെ ഇരിക്കും. കാറ് മറ്റേ റോട്ടിൽ ഓടിക്കണം, ഫൂഷ് ഓടിക്കണം. അത് ഓടിക്കണത് മഹിമ. ഓൾസോ ആരുമില്ല ക്രൂവില്. നമ്മള് തന്നെ ഞങ്ങൾ തന്നെ കട്ട് വിളിക്കും. അപ്പം അന്നാണ് ഞാൻ, അർജുൻ, മാത്യു, സംഗു, ഞങ്ങൾ ഇത്രയും പേര് ആ കാറിനകത്തിരുന്ന് ഒരുമിച്ച് അത്ര കോമ്പിനേഷൻ അത്രയും ഫുൾ സ്ട്രെച്ചിൽ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഇടയിൽ സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ പറയും. ഇതിനകത്ത് നോക്കിയാൽ ADJ as a director and AU as a producer, how was it for you? ആഷിഖ് ഉസ്മാൻ. അല്ല, ഭയങ്കര അവര് പറഞ്ഞിട്ടുണ്ട്. അല്ല, നല്ലൊരു ഇടിവെട്ട് കോമ്പിനേഷൻ അല്ലേ. കാരണം ആഷിഖ് ഉസ്മാൻ സാറിന്റെ പ്രൊഡക്ഷനിൽ വന്ന സിനിമകളെല്ലാം
വളരെ നല്ല രീതിയിൽ പോയ സിനിമകളാണ്. ഈവൻ ADJ ആണെങ്കിലും പുള്ളിക്കാരൻ്റെ മേക്കിംഗ് സ്റ്റൈലും അല്ലെങ്കിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള സിനിമയും എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ യങ്ങർ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന പോലെയുള്ള സിനിമ, കോമഡി അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരനും ഫോക്കസ് ചെയ്യുന്നത്. ഇത് രണ്ടും പേരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് നമ്മൾ ഇപ്പോഴും നമ്മുടെ ഒരു പ്രീ കൺസെപ്ഷൻ കാണുമല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കും AU ഭയങ്കര കൂളാണ്, ADJ കുറച്ച് നമുക്ക് ADJ സൂപ്പർ കൂളാണ്. രണ്ടും എക്സ്ട്രീംലി നിൽക്കുന്ന കൂൾ പേഴ്സൺസ്. മറ്റേത് ഹൈപ്പർ ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കരമായിട്ട് സംസാരിക്കും. ADJ നമുക്ക് കാണുമ്പോ ഇങ്ങനെ പേടി തോന്നും. ഇതെന്താണ് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ സൗണ്ട് എഫക്ട്സ് ഇട്ടതാണ്. കുറച്ച് സൈലന്റ് ആയിരിക്കും. സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും ടെൻഷൻ ADJയുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഞങ്ങള് അതിന് മുമ്പുള്ള ചില സിനിമകളുടെ പ്രിവ്യൂ ഷോസിനൊക്കെയാണ് മുമ്പ് കണ്ടിട്ടുള്ളതൊക്കെ. അപ്പൊ ADJ ഇങ്ങനെ ഇരിക്കും, നമ്മളെ നോക്കിയിട്ടൊരു ഷൈക്കാൻഡ് തരണ്ടേ ചിലപ്പോ തരും. അപ്പൊ ആ പേടിയിലായിരുന്നു. പക്ഷെ ഇപ്പോ ഭയങ്കര അടുത്ത ഫ്രണ്ടാ. അത് ആളെ റിയലി നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ഭയങ്കര അടിപൊളി ഫ്രണ്ടാണ്. അതെന്താ ഞാൻ ചോദിച്ചാൽ 18+ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇന്റർവ്യൂവിൽ ഞങ്ങളിങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് ബിനുചേട്ടനുണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ. അത് ഞങ്ങളിങ്ങനെ ചളി കേട്ട് പിന്നെ ആൾ പറഞ്ഞു വേറെ ഫ്രഷ് ആയിട്ടൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ എന്താ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള ചോദ്യം എന്തോ എല്ലാത്തിനും ഈ AU പ്രൊഡക്ഷൻ മുന്നേ നോക്കിക്കഴിഞ്ഞാൽ തല്ലുമാല, അതിനകത്തൊരു കോസ്റ്റ്യൂം, ഒരു കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഒക്കെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്തും അങ്ങനെ തന്നെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കളർഫുൾ. അപ്പൊ എന്തെങ്കിലും പുതിയ സ്റ്റൈലോ ട്രെൻഡോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമൊക്കെ ഫോളോ? ഒരു പരിപാടി ഉണ്ട്, ഭയങ്കര വൈബ്രന്റ് ആണ്. ഡയറക്ഷൻ സൈഡിൽ നിന്നും ADJയുടെ സൈഡിൽ നിന്നും ഇന്ന ആൾക്ക് ഇന്നൊരു കളർ ക്യാരക്ടർ വൈസ് ഒരു കളർ കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അവരുടെ ക്യാരക്ടറൈസേഷൻ പ്രകാരമായിട്ടുള്ള കളേഴ്സ്. ഈ കൊടക അല്ലെങ്കിൽ ആ സോങ് ഉണ്ടല്ലോ, ആ കൊടവാസിന്റെ ട്രൈബ് ആൾക്കാരുടെ കൊടക എന്ന് പറഞ്ഞ സ്ഥലം അല്ലെ? അപ്പൊ ശരിക്കും ഇത് നമ്മൾ മലയാളത്തില് ഇങ്ങനെ ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു നമ്മള് കുബേരന് ശേഷം പിന്നെ കുബേരനില് ശരിക്കും ഈ ഇതല്ല യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നിങ്ങളുടെ ഒരു പാട്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു BTS ഓഫ് ദ ഷൂട്ടിങ്, ഈ പാട്ടിന്റെ ഷൂട്ട് എങ്ങനെ പോയിരുന്നു? കാരണം അതിനകത്ത് നമ്മൾ കാണുന്ന സമയത്ത് അത്രയധികം എനർജി നിങ്ങൾ എല്ലാവരും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എനർജിയോ അത് ശരിക്കും പ്രൊമോഷന് വേണ്ടി മാത്രം പാട്ട് സീനില് മൊത്തം ഡാൻസ് വെച്ചേക്കണം. പക്ഷെ സിനിമയില് സീക്വൻസ് ആണ് കൂടുതലും പോണേ. കുറച്ച് ഡാൻസ് അവിടെ ഇവിടെ ആയിട്ട് വരുള്ളൂ. ബിനുചേട്ടൻ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രൊമാൻസ് ബിനുചേട്ടന്റെ ലൈഫിൽ ഏതൊരു ഫേസ് ആണ് ബിനുചേട്ടന് ഓർമ്മ വരുന്നത്? ലൈക്ക് സ്കൂളിലാണോ കോളേജാണോ? നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രൊമാൻസ് ഉള്ള ഒരു ഫേസ് കാണുമല്ലോ നമുക്ക്, അത് ഏതായിരിക്കും? ബാംഗ്ലൂർ ആനിമേഷൻ പഠിച്ച സമയമൊക്കെ ഓർമ്മ വന്നു? എങ്ങനെയായിരുന്നു? എനിക്ക് സ്റ്റോറി നറേഷൻ കേട്ടപ്പോഴും അല്ലെങ്കിൽ ഇവരെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം ഇങ്ങനെ ഇത് അർജുനായിരിക്കും, ഇത് മാത്യു ആണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ലൈക്ക് ഇയാളെ പേര് ലാസ്റ്റാണ് പറയുന്നത്. ലൈക്ക് മറ്റുള്ളവരുടെ പേര് പറയുമ്പോൾ ലൈക്ക് ഭയങ്കര രസമായിരിക്കും അവരിത് ചെയ്താൽ. കാരണം എൻ്റെയൊക്കെ ഒരു ഫേസിൽ ഇങ്ങനത്തെ ഒരു സംഗതിയൊക്കെ പറയുന്നത് ലൈക്ക് ബാംഗ്ലൂർ, അതായത് ആഫ്റ്റർ ഡിഗ്രി, ലൈക്ക് ഡിഗ്രി കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ ഒരു പീരീഡൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ പറഞ്ഞ ശ്യാമ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിരിക്കുന്ന ID ശ്യാമി, അങ്ങനെ വിളിക്കാറുണ്ടോ? അത് എനിക്ക് തോന്നുന്നില്ല ഒരു ശ്യാമയെ അത് മറ്റേ മലയാളികളൊക്കെ ജനറലി അങ്ങനെയാണല്ലോ. നമ്മളൊരു ശ്യാമയെ ഇപ്പം അങ്ങനെ സംഗീത എന്നാണ് ഞാൻ നിന്നെ എപ്പോഴും വിളിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് അത് ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കൊളീഗ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ബ്രാഹ്മൺ തമിഴാണ്. അപ്പൊ പുള്ളിക്കാരി ശ്യാമയെന്ന് പുള്ളിക്കാരി എന്നെ വിളിച്ചോണ്ടിരുന്നത്. ബാക്കി എല്ലാവരും അവിടെ മോഹൻ എന്നൊക്കെ വിളിക്കും. ചിലപ്പോ ഇവിടെ നമുക്ക് സർനെയിം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അച്ഛനെ വിളിക്കുന്ന പോലെ തോന്നുന്നു. പുള്ളിക്കാരിയാണ് ഇങ്ങനെ ശ്യാമയെന്ന് വിളിച്ചതും. അങ്ങനെ ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്ത് വന്നാൽ പിന്നെ ശ്യാമയെന്ന് കിടന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചത്. ഈ ഹൈലൈറ്റ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കാര്യം തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ രണ്ട് കാര്യം, ഒന്ന് രാജമൗലി സാറ് മറ്റേ പ്രേമലുട്ടൂന്റെ സമയത്ത് ആദി എന്ന് പറഞ്ഞ കഥാപാത്രം എടുത്തു പറയുന്നത്, രണ്ടാമത് എസ്കെഡോടെ അമരൻ എന്ന് പറഞ്ഞ കഥാപാത്രം. എനിക്കത് കണ്ടപ്പോൾ തോന്നി എന്ത് ചോറി ബ്രദറെ സമ്മതിച്ചുകൂടെ എന്ന് നമുക്ക് തോന്നും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രണ്ടും അല്ല അതല്ല
ആ രണ്ട് മൊമെന്റ് ഹൗ ഇസ് ഇറ്റ് ഫോർ യു ലൈക്ക് അത് റികളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അമരനിൽ എസ്കെയുടെ ഒപ്പമുള്ള ആ ഒരു കഥാപാത്രവും പിന്നെ ഈ രാജമൗലി സാറിന്റെയും രാജമൗലി സാറ് നമ്മളെല്ലാവരും പ്രേമലയിലുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ. നമ്മളൊന്നും സ്വപ്നം പോലും കാണുന്നില്ല. നമ്മൾ കേരളത്തിലൊരു ചെറിയ നമ്മുടെ ഒരു കുഞ്ഞു പടം ചെയ്തിട്ട് രാജമൗലിയെ പോലെ കാണുമെന്ന് പോലും നമുക്കറിയില്ല, വിചാരിച്ചിട്ട് പോലുമില്ല. പക്ഷെ ആ പുള്ളിയുടെ അവർ തന്നെ അത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു. എന്നിട്ട് ആ സമയത്ത് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിൽ, രാജമൗലി സാറിന് നോർമലി കോമഡി ഇങ്ങനെ റൊമാൻറ്റിക് കോമഡി പടങ്ങൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്, പക്ഷെ പുള്ളി അത് തിയേറ്റർ വ്യൂ കാണുന്നൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയി കണ്ടിട്ടൊരു ഉച്ചയായപ്പോഴാണ് പുള്ളിയുടെ ട്വീറ്റ് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരുടെയും ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ സ്പെഷ്യലി മറ്റേ JK മെൻഷൻ കൂടെ ചെയ്തപ്പോൾ കിളി പോയി. പിന്നെ SK സാറിൻ്റെ ഭയങ്കര കൂടെ വർക്കും കൂടെ ചെയ്ത കാരണം ആ സമയത്ത് ഞാൻ പ്രേമലൊന്നും ചെയ്തിട്ടില്ല, വളരെ നോർമലായിട്ട് അറിയപ്പെടാത്ത ഒരാളായിട്ടാണ് പോയത്. പക്ഷെ ആ സമയത്താണെങ്കിലും പുള്ളി നമ്മളോട് പെരുമാറിയതാണെങ്കിലും ഇപ്പം നിനക്ക് ഫുഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കും ആ സമയത്ത് ലൊക്കേഷനിൽ പുള്ളി ഒരു ദിവസം ലേറ്റ് ആയപ്പോൾ ഫുഡൊക്കെ പുള്ളി തന്നെ വാങ്ങി പേഴ്സണലി കൊണ്ട് നമുക്ക് തന്നു. അല്ല, ശിവകാർത്തികൻ സാർ കേൾക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെ അത് SK സാർ. പിന്നെ പുള്ളി അതിനുശേഷം ഞാൻ പുള്ളി പ്രേമലുവിനെ പറ്റിയിട്ട് കണ്ടിട്ട് ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, സാർ ഞാൻ അന്ന് അമരനിൽ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി റിപ്ലൈ ചെയ്തു, ഞാൻ പറഞ്ഞു ഞാൻ വൈഫിനോട് പറയായിരുന്നു പുള്ളി എൻ്റെ കൂടെ അഭിനയിച്ചു എന്ന്. പിന്നെ ഫോറം മോളിൽ കൊച്ചിയിൽ വന്നപ്പോൾ പുള്ളി ഇതേപോലെ എടുത്തു പറഞ്ഞു ഈ ക്യാരക്ടറിന്റെ കാര്യം, JK ഒക്കെ കാണിച്ചു. ഭയങ്കര അടിപൊളി മൊമെന്റ് ആയിരുന്നു. ഇതിനകത്ത് അങ്ങനെ വല്ല, കാരണം ഇതിനകത്ത് കാണാതെ പോകുന്ന ഒരു ബ്രദർ ആയിട്ട് വരുന്നത് ഷിൻഡോ. അതെ, കാണാതെ പോയില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഇത് കാണിക്കുന്നത് അല്ലേ? തുടങ്ങിയ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ ക്യാരക്ടർ മിസ്സിംഗ് ആവുകയാണ്. ഈ ക്യാരക്ടറിനെ അന്വേഷിച്ച് എല്ലാവരും നടക്കുന്നതാണ്. അപ്പൊ അത് സംഗീതത്തിന്റെ കാര്യം പറഞ്ഞാൽ എഡിറ്റിങ്ങും ആക്ടിങ്ങും ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ഫണ്ണായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണ്? ലൈക്ക് വാട്ട് യു എൻജോയ് ദ മോസ്റ്റ് ആ ഒരു ചെയ്യുന്ന സമയത്ത്? എൻജോയ്മെന്റ് രണ്ടിനും ഉണ്ട്, രണ്ടിനും പ്രഷറും ഉണ്ട്, രണ്ടിനും എൻജോയ്മെന്റും ഉണ്ട്. എളുപ്പം എനിക്ക് എഡിറ്റിംഗ് ആണ് കുറച്ചും കൂടി കംഫർട്ടബിൾ, ചെയ്യാൻ കുറച്ചും കൂടി സമാധാനത്തിൽ ചെയ്യുന്നത് എഡിറ്റിംഗ് ആണ്. ആക്ടിങ് നമ്മൾ കുറച്ചും കൂടി പ്രിപ്പയർ ഒക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രഷർ ഉണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് ബിഫോർ സീൻ വരെ ഇങ്ങനെ സ്ക്രിപ്റ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഡയലോഗും ഓർത്തിരിക്കാനൊക്കെ ചെറിയ പാടാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കൗണ്ടറുകളോ എന്തെങ്കിലും സംഭവമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. എനിക്ക് എളുപ്പം അങ്ങനെ പറയാനുള്ളൂ. എൻജോയ്മെന്റ് രണ്ടിനും ഉണ്ട്, പ്രഷറും രണ്ടിനും ഉണ്ട്. ഇപ്പം ഈ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഒരു ആക്ടേഴ്സിന് ഇംപ്രവൈസേഷൻ ചെയ്യാനുള്ള ഒരു സ്പേസ് പണ്ടൊക്കെ മലയാളത്തിൽ അങ്ങനെ അത്രയും ഉണ്ടായിരുന്നില്ല എന്ന് പറയാറുണ്ട്. അല്ല ബിൻചേട്ടാ, അങ്ങനെ അത്രയും പണ്ടത്തെ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ? ആർട്ടിസ്റ്റുകൾ കൂടുതലുണ്ട്. ജഗതി ചേട്ടനൊക്കെ ഇംപ്രവൈസ് ചെയ്ത് അല്ല ലൈക്ക് ഇംപ്രവൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇംപ്രവൈസ് ചെയ്യുന്നില്ലേ? ലൈക്ക് ഇപ്പോഴും ഒരു ഷോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, ആക്ടർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, നമ്മൾ ഡയറക്ടർ അടുത്ത് പോയി പറയും ഞാനിങ്ങനെ ചെയ്തോട്ടെ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യലല്ല, നമ്മൾ ലാസ്റ്റ് നമ്മൾ അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഡയറക്ടർ ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെ ഒരു ഗ്രീൻ സിഗ്നൽ തരും, ക്യാരി ഓൺ എന്ന് പറഞ്ഞിട്ട്. അതെല്ലാവരും ഓൾമോസ്റ്റ് അക്സെപ്റ്റ് അല്ലെങ്കിൽ ഇടീജ പറയുന്ന അത് പുള്ളി പറയുന്ന പോലെ എടുക്കുന്ന ഒരു സ്റ്റൈൽ വരുന്നത്. ഈ എഡിറ്റിങ്ങും ആക്ടിങ്ങും ഒരുമിച്ച് സംഗീതം എപ്പോഴും വരുമെന്ന് വിചാരിക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അല്ല, ഒരു പടത്തിൽ അഭിനയിക്കുക, ആ പടം തന്നെ എഡിറ്റ് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാ. അതുകൊണ്ടായിരിക്കും ഇനി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് ചൂസ് ചെയ്യുന്നോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അത് രണ്ടും വന്ന് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. ലിറ്റിൽ മിസ് റാവത്തറിൽ അഭിനയിച്ചിട്ടുണ്ട്, എഡിറ്റും ചെയ്തു. എഡിറ്റ് ചെയ്തതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് എനിക്ക് ആ സിനിമയിൽ തന്നെ ഞാൻ അതാ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഫണ്ട് മാലേ ഷോ കാണാൻ പോയതാണ്. ഞാൻ അവനോട് പറയുകയും ചെയ്തു. അവസാനം കുറെ സീക്വൻസുകളൊക്കെ കട്ട് ഒക്കെ ഗംഭീര വർക്കാണ്. ഈ ടൈമിലുള്ള സമയത്ത് നീ നമുക്കൊരു ഷോറിയിൽ കാണിച്ചു തന്നില്ല OTT-ക്ക് വേണ്ടിയിട്ടുള്ള. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ഇപ്പം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലെ ക്രിയേറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര്? ബ്രൊമാൻസ് അല്ലാതെ എന്തോ
ഞങ്ങൾക്കൊരു വാട്സാപ്പ്, അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് 4 പേർക്കും ഒരു വാട്സാപ്പ്. അല്ല അതെന്താന്ന് വെച്ചാൽ ഒരു ഇൻസിഡന്റ്, അതും ഞങ്ങൾ 4 പേർ, ഞങ്ങൾക്ക് 4 പേർക്ക് മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് ഒരു ഇൻസിഡന്റിന്റെ പേരിലുള്ള ഒരു മാംഗോ ഐസ്ക്രീമിന്റെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുഞ്ഞു ഒരു ഫണ്ണി മാംഗോ ആ ഗ്രൂപ്പിന് അവൻ ഇട്ട പേരാണ്. ഞാനല്ല, സംഗീത സംഘമാണ് കേട്ടെ മാംഗോ മാസം. ആ ക്വസ്റ്റ്യൻ അതായിരുന്നില്ല. നിങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ബ്രോമാൻസ് അല്ലാതെ എന്തായിരിക്കും പേര് കൊടുത്തത്? അല്ല മാംഗോ മാംഗോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, എല്ലാരും ഉണ്ടെങ്കിൽ ബ്രോമാൻസ് തന്നെ ഇടുള്ളൂ. അത് പറ്റത്തില്ല. അതെ എടാ, അതല്ലാണ്ട് വേറെ എന്ത് പേരിടും? ഓക്കെ സെറ്റ്. ടിൻഡോ എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രത്തിലേക്ക് വരുന്ന സമയത്ത് ആ ബ്രദേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും ഇതിലേക്ക് ഈ ഒരു കഥാപാത്രത്തിൽ വരുന്ന സമയത്ത്? അല്ല ഫ്രാങ്കായിട്ട് ഒട്ടും ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ് ബിൻഡോ. ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഫ്രാങ്കി കുറച്ചും കൂടെ ഭയങ്കര മെച്ചുവേർഡായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണ്. ബിൻഡോ എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. അത് മാത്രമല്ല അത് എക്സ്ട്രീം ഷോർട്ട് ടെമ്പേർഡ്, ഭയങ്കര BP കൂടും എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായാൽ. പക്ഷേ സ്വന്തമായിട്ട് പറയുന്ന ഞാൻ കാമാണ്, കാമാകുമല്ല. അല്ല അത് പറയുന്ന രീതി അതാണ് എക്സാക്ട്ലി ആ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ എടുത്തിയാടി എന്തെങ്കിലും ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ്. പിന്നെ കണ്ടതിൽ എനിക്ക് 2 എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. അതേ ഒരു ഫ്ലിപ്പ് ഉണ്ട്. അത് ഫസ്റ്റ് സീനുകൾ പോകുമ്പോ ഞാൻ ഭയങ്കര ഹൈപ്പറും അർജുൻ ചേട്ടൻ ഭയങ്കര കാവും. ലാസ്റ്റ് ആവുമ്പോ ഞാൻ ഭയങ്കര കാവും, അർജുൻ ചേട്ടൻ വേറൊരു പരിപാടിയും. അപ്പൊ അങ്ങനത്തെ പറയുന്ന കാര്യമാണല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എന്താണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല റിയൽ ലൈഫിലേക്ക് വരുമ്പോ എങ്ങനെയാ ശരിക്കും മാത്യു? എങ്ങനെയാ ഇങ്ങനെ കാമാണോ? കാമൊക്കെ മാത്യു ഭയങ്കര ഫൺ ചിൽ ടൈപ്പാ. ഭയങ്കര അവനെ കുറെ ചിരിക്കും, ഒരുപാട് ചിരിക്കുന്ന, എപ്പോഴും പ്ലസന്റ് ആയിരിക്കുന്ന ഒരു ടൈപ്പാ മാത്യു. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ധനുഷുമായിട്ടുള്ള മമ്മൂക്കയായിട്ട് 1 അഭിനയിച്ചു, വിജയായിട്ട് അഭിനയിച്ചു. നമുക്ക് ഇവരൊക്കെ അവര് ഫാൻ, ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും അതൊരു ഫാൻ മൊമെന്റ് ഒക്കെ ആയി. അപ്പൊ ഒരു പ്രീ കൺസെപ്ഷൻ കാണും ഇവരെ കാണുന്നതിന് മുന്നേ, ലൈക്ക് യുനോ ഇവരിങ്ങനെ കുറച്ച് ലൈക്ക് അവരങ്ങനെ ഒരു ആരെയും അങ്ങനെ മീറ്റ് ചെയ്യുമ്പോ അങ്ങനെ ഒരു പ്രീ കൺസെപ്ഷൻസ് വെക്കാറില്ല. വീണ്ടും ഞാൻ നെഗറ്റീവ്. അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. അല്ല ഞാനപ്പോ അങ്ങനെ ഇത് ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു ഇത് ഒരു പ്രീ ഒരു ഇത് ഞാൻ അങ്ങനെ ഓൾവേസ് അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ എന്റെ ടെൻഷനിലായിരിക്കും, ഇത് എന്ത് ചെയ്യും ഞാൻ മിണ്ടണ പോലെ, അങ്ങനത്തെ ടെൻഷനിലായിരിക്കും ഞാൻ. കണ്ടിട്ട് എല്ലാം മാറ്റിയോ? ലൈക്ക് വാട്ട് വാസ് ദാറ്റ് മൊമെന്റ് വിത്ത് മമ്മൂക്ക, വിത്ത് വിജയ് ആൻഡ് വിത്ത് ധനുഷ്? അല്ല ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് എപ്പോഴും പോവാറ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് കിട്ടിയാലും ഭയങ്കര ഹാപ്പിയാണ്. മമ്മൂക്കയുടെ കൂടെ ആണെങ്കിലും ബിൻചേട്ടൻ ഉണ്ടായിരുന്നു ഞങ്ങൾ 1 വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ വിജയ് സാറിന്റെ കൂടെ ആയാലും അല്ലെങ്കിൽ ധനുഷിന്റെ കൂടെ, ധനുഷ് സാറിന്റെ കൂടെ ഡയറക്ടറാണ്. അപ്പൊ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എന്ത് ചെറിയൊരു പോയിന്റ് കിട്ടിയ പോലും ഭയങ്കര ഹാപ്പിയാണ്. ബിനുചേട്ടാ ഇപ്പം ഇതിനകത്ത് വരുന്ന സമയത്ത് ഇതിനകത്ത് ഓൾറെഡി ഒരു എഡിറ്റർ ഉണ്ട്. ബിനുചേട്ടന് കാസ്റ്റിംഗ്, AD, എല്ലാ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാ ഇതിലും ഇല്ല, എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ റോൾസ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഭാഗം ഒരു റോള് ചൂസ് ചെയ്യുമ്പോൾ വരാറുണ്ടോ? ലൈക്ക് ഓക്കെ അങ്ങനെ ഒരു ചിന്തിക്കാറുണ്ടോ? ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ടോ? ബിനുചേട്ടന് റോൾസ് വരുന്ന സമയത്ത് ഈ സിനിമക്ക് ഇതിനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, അതിനൊരു ഡയറക്ടർ ഉണ്ട്, ക്യാമറമാൻ. അല്ല ബിനുചേട്ടന് ക്യാരക്ടർ വരുന്ന സമയത്ത് ആ ക്യാരക്ടർ ഞാനത് ഡയറക്ടർ പറയുന്നതാണ് എടുക്കാറ്. കാരണം അവരെ ആ ക്യാരക്ടർ കണ്ടുവച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ വേറെ സൈഡിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായി പോകും. അല്ല പിന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി ഇങ്ങനെ ചിന്തിച്ചൊക്കെ വന്ന് അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഡയറക്ടർ അങ്ങനെയല്ല വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സെറ്റ് ചെയ്ത് വെച്ച് ആകെ പൊളിഞ്ഞു പോയല്ല. അപ്പം അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഇന്നേ വരെ ഒരു ക്യാരക്ടറിനെ ഞാൻ അപ്രോച്ച് ചെയ്തില്ല. ആ സെറ്റിൽ ചെന്ന് ഡയറക്ടർ എന്താണ് പറയുക, അല്ലെങ്കിൽ അതിന് മുന്നേ ഡിസ്കഷൻസും മീറ്റിംഗ്സും ഒക്കെ നടക്കുമല്ലോ. അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും ഇങ്ങനെയാണ്, അത് നമ്മളൊന്ന് ആലോചിച്ചിട്ട് പോകും. അതല്ലാണ്ട് നമ്മൾ സ്വയമേ നമ്മളാ ജോലി ചെയ്യുന്നതിനെ കൊണ്ട് അങ്ങനെ ആലോചിക്കൊന്നുമില്ല. തുടരും നമുക്ക്
ഈ ഇന്റർവ്യൂ തുടരുന്നല്ല തുടരുമിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ? പിന്നെ അപ്ഡേറ്റ്സ് ലൈക്ക് അതിന്റെ ഫൈനൽ വർക്ക്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, മ്യൂസിക് പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഹോപ്പ്ഫുള്ളി ലൈക്ക് നമ്മൾ ഏപ്രിലൊക്കെ ആകുമ്പോൾ പ്രതീക്ഷിക്കാം. ഏപ്രിലേക്കാണ് ഒക്കെ നോക്കുന്നത്. സോ ലൈക്ക് നമ്മളതിന്റെ ഫൈനൽ വർക്ക്സ് ലൈക്ക് അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആണ് അതിന്റെ ഒരു അപ്ഡേറ്റ്. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഇത് ആർക്കുള്ള ഉത്തരവാദിത്തം? നമ്മുടെ കരിയർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം, ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇന്നൊരു ഭാഗത്ത് നമുക്ക് ചേഞ്ച് വരുത്തണം, സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഫേസ്. ആ ഒരു ഫേസ് എപ്പോഴായിരിക്കും? കരിയർ സ്വിച്ച് ചെയ്യാനോ? കരിയർ സ്വിച്ച് ചെയ്യല്ല, കരിയറിൽ ഒരു ചേഞ്ച് വരുത്തണം എന്നുള്ള ഒരു അപ്രോച്ച് സീരിയസ് ആയിട്ട് എടുക്കുക. നമ്മൾ എടുത്ത പോയിന്റ് പറഞ്ഞു സിനിമ കരിയർ യാ. അയ്യോ, അത്രയും ചിന്തിക്കാനുള്ള സമയമൊന്നും നമുക്കായിട്ടില്ല. ഞാൻ പാഷനേറ്റ് ആയിട്ട് പെർസ്യൂ ചെയ്തിരുന്നത് എഡിറ്റിംഗ്, ഫിലിം മേക്കിംഗ് ഒക്കെ ആയിരുന്നു. ആക്ടിങ്ങിനോട് ഞാൻ ഒരു രീതിയിലും അത്ര അത് സീരിയസ് ആയിട്ട് എടുത്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. മാർക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് എഡിറ്റിലും ഡയറക്ഷനിലും തന്നെയാണ്. പക്ഷെ അത് ആഫ്റ്റർ പ്രേമലു അതിലൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഗ്രഹിക്കുന്നത് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, കുറച്ച് നമ്മളാൾക്കാർക്ക് മടുക്കുന്നത് വരെ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ആഗ്രഹം. അങ്ങനത്തെ ഒരു ഷിഫ്റ്റിംഗ് ഞാൻ സെയിം സിറ്റുവേഷൻ ആണ് എനിക്കുള്ളത്. ഡയറക്ഷൻ സൈഡാണ് കൂടുതൽ നോക്കിയത്. എനിക്ക് അഭിനയം സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും രണ്ടും ചേർത്ത് കൊണ്ടുപോകുന്നുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നോ ലൈക്ക് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനെപ്പോഴും. ഞാനിപ്പം തുടരത്തിൽ ഞാൻ കോ ഡയറക്ടറാണ്. ഞാൻ ഇനിയിപ്പോൾ അടുത്ത് തന്തവൈബിൽ മോസിൻ്റെ ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പം ഞാൻ അത് പാരലലി ഞാൻ അതും കളയാണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ഡയറക്റ്റ് ചെയ്താലും ഞാൻ ചീഫായിട്ട് പോകും. അത് കൂട്ടുകാർക്ക് അർജുൻ്റെ ഇത് നോക്കി കഴിഞ്ഞാൽ എല്ലാ ആക്ടേഴ്സിനും, ഇപ്പം ഞാൻ നിത്യമേനൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി പറയുന്നത് കേട്ടിരുന്നു, ലൈക്ക് പീപ്പിൾ മാനേജ്മെൻറ്റ് ആണ് ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഇൻ ദ ഹോൾ കരിയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുക, അഭിനയിക്കുക, അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർവ്യൂസും പ്രൊമോഷൻ്റെ ഭാഗമാവുക, ഇതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടഫ് നട്ട് ടു ക്രാക്ക് പ്രൊമോഷൻ കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റിയ ടീമാണെങ്കിലും നമ്മൾ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കഥ ഓപ്റ്റ് ചെയ്യുന്ന തൊട്ടാണ്. അതൊക്കെ ആ പോയിന്റ് തൊട്ട് നമ്മളിത് കമ്മിറ്റഡ് ആയി. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ട കഥയും ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ആ പടവും നമുക്ക് ഇഷ്ടമാവും. അപ്പൊ ആ പടം തിയേറ്ററിൽ എത്താൻ നമുക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ആയിരിക്കും ആൾക്കാർ, ഓഡിയൻസ് കാണാൻ വേണ്ടി. അപ്പൊ അത് മാക്സിമം റീച്ച്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ് നമ്മള്. അപ്പൊ കഥ സെലക്ട് ചെയ്യുന്ന ഭാഗം തൊട്ട് തന്നെ നമ്മൾ പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് എല്ലാം ഈസി ആയിരിക്കും. പിന്നെ ആകെയുള്ള പ്രശ്നം വെച്ചാൽ ഈ ഡേറ്റ്സ് ഷൂട്ടിന്റെ ഇടയിൽ നമുക്ക് പ്രൊമോഷൻ വന്നു കഴിയുമ്പോൾ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നൈറ്റ് ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഡേ ടൈം ഫ്രീ ആക്കാന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്തവരെല്ലാവരും ഇറങ്ങുമ്പോൾ കോയമ്പത്തൂർ നടന്ന സംഭവം പറഞ്ഞു. കോയമ്പത്തൂർ ഷൂട്ട് ഉണ്ടായി. കോയമ്പത്തൂരിൽ നിന്ന് രാവിലെ വണ്ടി ഓടിച്ച് കൊച്ചിയിൽ വന്ന് ഒരു 10-15 ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് ഡ്രൈവ് ചെയ്ത് വൈകുന്നേരം 6-7 മണിക്ക് ജോയിൻ ചെയ്യണം. അപ്പൊ അതൊക്കെ അങ്ങനെ 2 ദിവസം അടുപ്പിച്ച് ചെയ്തപ്പോഴേക്കും, പണ്ട് അജഗജാന്തരം വർക്ക് ചെയ്തപ്പോ 8 ദിവസത്തോളം ഉറങ്ങാണ്ട് 2.5-3 മണിക്കൂറൊക്കെ ഉറങ്ങി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് 31 വയസ്സായിട്ടാന്ന് തോന്നുന്നത്. ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോ തന്നെ ക്ഷീണം തുടങ്ങി, പറ്റുള്ളട്ടാന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. എനിക്ക് റൊമാൻസ് ഉണ്ട്. എന്റെ മോനെ രാവിലെ 9 മണിക്ക് ഇങ്ങനെ തുടരും റൊമാൻസും. അതെങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പൊ എനിക്ക് പക്ഷെ എല്ലാരും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ നമുക്കിപ്പോ മൂഡൊക്കെ ഷിഫ്റ്റ് ആയി. ഇപ്പൊ എനിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, ഉറക്കം ശരിയായില്ലെങ്കിൽ ഞാൻ ഭയങ്കര വർക്കിനോട് കമ്മിറ്റഡ് ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മൾ എത്ര ടയർഡ് ആണെങ്കിലും പിന്നെയും പുഷ് ചെയ്യാൻ തോന്നും. അത് എസ്പെഷ്യലി നല്ലൊരു പടം പൊളി ആണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. നമ്മൾ നോക്കില്ല. തൊടുപുഴന്ന് രാവിലെ 9 മണിയാകുമ്പോ റൊമാൻസിന്റെ സെറ്റിലെത്തും. വൈകുന്നേരം വരെ അവിടെ വർക്ക് ചെയ്യും. ഞാൻ വൈകുന്നേരം വന്ന് അങ്ങോട്ട് പോകും. നൈറ്റ് മുഴുവൻ അവിടെ തുടരും വർക്ക് ചെയ്യും. ഞാൻ അവിടെ കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. തിരിച്ചു വരും. ഇനിയും പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരിച്ചു വരും. അങ്ങനെ ഒരു 3 ദിവസം നമ്മൾ വിട്ടുപോകും. പിന്നെ മാത്രമല്ല, സിനിമ എന്ന് പറയുന്ന വൺ മാൻ ഷോ അല്ലല്ലോ. നമ്മൾ ഒരാളുടെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമല്ല. നമ്മൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വൈകുവാണെങ്കിൽ എൻറ്റയർ ക്രൂ ആയിരിക്കും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ആയിരിക്കും പോയി പോകുന്നത്. സോ അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ക്ഷീണോ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കമൊന്നും മൈൻഡ് ചെയ്യില്ല.
ഇപ്പൊ ഇത് ഈ ഇവിടെ പ്രൊമോഷൻ വന്നത് തന്നെ എങ്ങനെ എല്ലാരും വന്നത്. പിന്നെ ഒരു പോയിന്റ് ചിന്തിക്കുമ്പോ സിനിമ ഉണ്ടായിട്ടുള്ള പ്രശ്നം ഇല്ലാതാകുമ്പോ വീട്ടിൽ വരുന്ന പ്രശ്നമല്ല. അതിന് നല്ല ബിസി ആയിട്ട് നമ്മളെല്ലാം ആലോചിക്കുന്ന കാര്യം വെറുതെ വീട്ടിലിരുന്നിട്ട് ഞാൻ അന്ന് അങ്ങനെ പോയിരുന്നു ഫുൾ ടൈം അങ്ങനെ ആവുന്നില്ല. ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യണേ. അത് ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ കാണും. ഇപ്പം ഞാൻ ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് തുടക്കം പറയുന്ന സമയത്ത് നിങ്ങളെല്ലാം സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി എത്ര തവണ ഇന്റർവ്യൂ എടുത്താലും അതിൽ ഹാവ് ദാറ്റ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പം ഈ ടേക്സ് പോകുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഇപ്പൊ ഇവരെല്ലാരും കമ്പനി ഉള്ളവരുടെ അടുത്താണെങ്കിൽ പോലും നമുക്ക് ടേക്സ് പോകുമ്പോൾ അങ്ങനെ ടെൻഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സെറ്റിൽ എങ്ങനെയായിരുന്നു? അതാ ഞാൻ പറഞ്ഞു, നമ്മളൊന്നുകൂടെ ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പം അതെങ്ങനെയായിരിക്കും? അല്ല, ഞങ്ങളുടെ മൂവിയിൽ കുറച്ചും കൂടി തിരിച്ചായിരുന്നു. സാധാരണ നമുക്ക് ആ പ്രഷർ വരും, നമ്മുടെ പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാവാതെ ഡയറക്ടർ റീടേക്ക് വിളിക്കുക, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻസെക്യൂർ ആക്കുക അല്ലെങ്കിൽ ടേക്ക് കൂടുതൽ പോവുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നന്നാക്കി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് ആള് ചിരിക്കും ആളുടെ ചിരി മാറ്റാൻ നമ്മളും കൂടെ ചിരിക്കും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ആ ചിരി തുടങ്ങും. പക്ഷെ അത് പ്രോസസ്സ് ഭയങ്കര എളുപ്പം. നമ്മുടെ സിങ്ക് അടിപൊളിയാക്കാനും ചിലപ്പോൾ അത് ചിരിച്ച് അഞ്ചാമത്തെ ടേക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടേക്ക് ആയിട്ട് നമ്മൾ ആ എനർജി കയറിക്കൊണ്ടിരിക്കുകയുള്ളൂ. ചിരിക്കുന്നതോറും നമ്മൾ ഓൺ ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അഞ്ചാമത്തെ ടേക്കിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് സാധനം കിട്ടുന്നത്. പടത്തിൽ പല എനിക്കത് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് വേണ്ട പിന്നിട്ട് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ പറയില്ല തൊലിക്കട്ടി വേണം എന്നൊക്കെ പറഞ്ഞാൽ അതും തൊലിക്കട്ടി നമ്മൾ യാതൊരു ബന്ധവുമില്ല, അത് വേറെയാണ്. കാരണം അത് നമ്മളെ അത്രയും ക്രൗഡിന് മുമ്പ് പെർഫോം ചെയ്യുന്നതിനാണ് അങ്ങനെ കുറച്ചും കൂടി തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ഓനത് ഈസിയായി ചെയ്തെന്ന് പറയുന്നത്. അത് അങ്ങനെ അല്ലാണ്ട് ലൈക്ക് സീൻ അഭിനയിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിനകത്ത് സംഗീതി എന്നൊരു കഥാപാത്രം ഞാൻ ഹാക്കറായിട്ട് വരുന്ന ഹരിഹര സുധൻ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റെഫറൻസ് എടുത്തോ? ബിക്കോസ് ഞാനിപ്പോ നോക്കി കഴിഞ്ഞാൽ അത് ഒന്നുമില്ല, സൈപ്പോപ്പി അല്ലായിരുന്നു, വേറൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. അല്ല ഒന്നുമില്ല, ഞാൻ കുറച്ച് ജാട, ഒരു ഫേക്ക് ജാട, ഒറിജിനൽ അല്ലാത്ത കുറച്ച് ഫേക്ക് ജാട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറയുന്നില്ല, എഡിജല്ലായിരുന്നു. അപ്പൊ അത് മാത്രമേ അറിയോ എഴുതിയപ്പോ എഡിജയുടെ ഒരു വെച്ചിട്ട് എഴുതിയത് അല്ല. പടം എഴുതിയേക്കുന്നത് അരുൺ ചേട്ടനും തോമസ് ചേട്ടൻ, രവീഷ് ചേട്ടൻ. ഭയങ്കര ഈ പറഞ്ഞ ഒരു എഴുത്തില് ജനറൽ നോളജ് ഒക്കെ കൂടുതലുള്ള എല്ലാത്തിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാ. എഴുത്തില് റെഫറൻസ്, സംഗീതത്തിന്റെ റെഫറൻസ് എനിക്കറിയില്ല. അതെ. അപ്പൊ അങ്ങനെ ആ ഇൻഫർമേറ്റീവ് ക്യാരക്ടറാണ് ശരിക്കും എഡിജർ റിയൽ ലൈഫിൽ. ഇപ്പൊ ഇവിടെ ഈ ലൈറ്റ് എന്താണ് പാസ് ചെയ്തതെന്ന് പുള്ളി ഒരു 5 മിനിറ്റ് നമുക്ക് മനസ്സിലാവും, വണ്ടി പോയിട്ടാണ് പുള്ളി എന്നാലും ഒരു 5 മിനിറ്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, ഇങ്ങനെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അതുപോലെയാണ് ഈ ക്യാരക്ടറും. ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. മാത്രം കട്ട് ചെയ്ത് തന്നോട്ടോ. ഞാനൊരു കാര്യം ചോദിക്കാം, മഹിമയുടെ അടുത്ത് തുടക്കത്തിൽ വെച്ചാണ്. ഇപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് അതിന് ഓൾമോസ്റ്റ് ആൻസർ ഉണ്ട്. എന്നാലും ഞാൻ ചോദിക്കാം, ഇതിനകത്ത് വരുന്ന ഫീമെയിൽ ലീഡായിട്ട് വരുന്ന മഹിമ മാത്രമാണ്. നമ്മളൊരു മെക്യൂനൊക്കെ പോലെ നമുക്കറിയാം, നമ്മുടെ കോളേജിലൊക്കെ ഉള്ള സമയത്ത് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ ഭയങ്കര കാര്യമായിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രിവിലേജ് ആയിരുന്നു ഇവരുടെ? കിട്ടിയിട്ടില്ല. എല്ലാരും അങ്ങോട്ടും കളിയാക്കും. ഇതൊക്കെ മനസ്സിലായില്ല, കളിയാക്കൽ. എല്ലാരും കളിയാക്കും, അന്യോന്യം കളിയാക്കും, ടീസ് ചെയ്യും. അന്യോന്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും പറയാറില്ല അങ്ങനെ? പറയാറുണ്ട്, നീ അത് പെട്ടെന്ന് ഉപയോഗിച്ചപ്പോഴേ. ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന വേണം, അതുകൊണ്ടാ, സാഹിത്യമൊന്നുമല്ല. അന്യോന്യം കളിയാക്കും അല്ല, അങ്ങനെ രസമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രിവിലേജ് ഒന്നും എനിക്ക് കിട്ടി, മറ്റേ ഏക പെൺതരി അങ്ങനെ പ്രിവിലേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് കൊടുത്തേ ഇല്ല, അതിനൊരു സ്പേസേ കൊടുത്തില്ല. ഇതിനകത്ത് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിനകത്ത് ആക്ച്വലി പറഞ്ഞ ഒരു ട്രാവൽ മൂവി പോലെയാണോ? ബ്രോനെ കാണാണ്ടേ ആവുന്നു. എന്തോ ആ ബ്രോനെ കാണാണ്ടേ ആവുന്നു. ഈ ബ്രോ തപ്പിയിറങ്ങുന്നു. ആ യാത്രയിൽ ഒരുപാട് ബ്രോക്കളും ചേരുന്നു. അത് ഈ ബ്രോന് ഇതിന് മുന്നേ പരിചയമില്ലാത്ത കുറെ ആൾക്കാര്. ആകെ പരിചയമുള്ള ആ ബ്രോനാണ്, പക്ഷെ ആ ബ്രോ ഇല്ല. ആ ബ്രോനെ കിട്ടണമെങ്കിൽ ഈ ബ്രോ ആയിരുന്നു.
എല്ലാം ക്ലിയർ. ഒക്കെ clear ആയി? നീ സംശയമില്ലല്ലോ? ഇനി എനിക്ക് ഒരു സംശയമില്ല. Finding Nemo എന്നൊക്കെ പറയാം. വിട്ടാ മാറട്ടെ. ഉണ്ടോ? അല്ലേ? പേര് ഞാൻ അടുത്താണ് മാറ്റണം തോന്നുന്നു കുറച്ചുകൂടെ. എന്നെ വെറുതെ വിടുന്നു. ഞാൻ വിടാ. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം. പ്രേമലു 2ന്റെ അപ്ഡേറ്റും കൂടെ ഒന്ന് പറയോ? അപ്ഡേറ്റ് ജൂലൈയിലാണ് ഷൂട്ട് എന്നാണ് സോഫാറുള്ള അപ്ഡേഷൻ നമുക്ക് കിട്ടിയേക്കുന്നത്. ജൂലൈ തുടങ്ങി കുറച്ച് സമയത്തേക്ക് നമ്മളെല്ലാവരും വേറെ പടമൊന്നും പിടിക്കാണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ജൂലൈ. യെസ്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഫെബ്രുവരി 14 റിലീസ് ചെയ്യാൻ പോകുന്ന ബ്രൊമാൻസിന് എല്ലാ കാണൂലേ തിയേറ്ററിൽ പോയിട്ട്? അല്ല, ഞാൻ ഉറപ്പായിട്ട് കാണും. പിന്നെ അപ്പൊ ഈ ബാസ്ക്കറ്റ് എന്താ? അത് ഇതിനകത്ത് ഉള്ള ഭാഗത്തിന്റെ ഇതാണ്. അതിനകത്ത് 6 ഇതിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജെൻസി വൈബ് നമ്മൾ പിടിച്ചു പോകുന്നുണ്ട്. ജെൻസി വാക്കുകൾ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ എടുത്തോ. വേർഡ്സ് ഉള്ളത് ഒന്ന് പാസ് ചെയ്യോ. വേർഡ്സ് ഉള്ളത് എടുക്കും. ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു സ്റ്റൈൽ അങ്ങനത്തെ ഒരു പരിപാടി. സസ്പിഷ്യസ്. യെസ്. പൂക്കി എല്ലാം ജെൻസി വാക്ക് പഠിച്ചിട്ടുണ്ട്. ഫോൾസ്. ഇതാ ക്യാപ്പ് എന്ന് പറഞ്ഞ ഫോൾസ്. ക്ലാപ്പാണോ ക്ലാപ്പാണോ? അല്ലല്ല, ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഫോൾസ്. ബ്ലണ്ട്സ്. പിന്നെന്താ? ഫേക്ക്. ഡ്രിപ്പ്, പൂക്കി, ക്യാപ്പ്. സസ്. സസ് എന്ന് പറഞ്ഞ സംശയം. ബോബ ചേട്ടനല്ലേ ബോബേട്ടൻ? ബോപ്പ്. ബോ. BOP ബോപ്പ്. ബോപ്പണ്ണ. ഒരു അടിപൊളി പാട്ട്. ഓ അതാണല്ലേ ബോപ്പ്. ഓ സംഗീതം എന്താ? ചേട്ടൻ എന്താ കിട്ടിയ? ക്ലാപ്പ് ബാക്ക്. ക്ലാപ്പ് ബാക്ക്. ക്ലാപ്പ് ബാക്ക് എന്താ? തർക്കുത്തരം പറയാം. ഇനി ഇത് ബുക്ക് ഓഫ് ഇടമാട്ടയാണ്. ഇത് ലാസ്റ്റത്തെ ഒരു കാര്യമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ലാസ്റ്റ് വന്നൊരു ഗസ്റ്റ് നിങ്ങൾക്ക് ഒരു ചോദ്യം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അതിനുള്ള ഉത്തരവും അടുത്ത ആൾക്കുള്ള ചോദ്യം. 1 കിലോ കോഴിക്ക് ഇപ്പൊ എന്താ വില? 110 അല്ലേ? ഇതൊരു ഫിലിമിലെ ഡയലോഗാണ്. പക്ഷെ ഓരോ സ്ഥലത്ത് ബേസിൽ ചേട്ടൻ ബേസിൽ ചോദിച്ചിരിക്കുന്ന. ഞാൻ ചോദിച്ചിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ടോ? അർജുൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അർജുൻ ചോദിച്ചത് അല്ല, അർജുൻ അനഘ തന്നെ ഉത്തരട്ടത്. എന്ന് വെച്ചാൽ ബോഡി ഷെയിം ചെയ്യാൻ പറ്റുമോ എന്ന് സാഫ് ബോയ് ചോദിച്ചു. അപ്പൊ അർജുൻ അതിന് ഉത്തരം കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? അതാണ് അർജുൻ ചോദിച്ച ചോദ്യം. അതിന് അനഘ ഉത്തരം പറഞ്ഞു ഉണ്ടായി. അനഘ നാരായണൻ ആദ്യം ഉണ്ടായി. അത് ചോദ്യമല്ലല്ലോ, ഉത്തരവാണോ? അതല്ലെങ്കിൽ അവിടെ അല്ല, അവിടെ അല്ല. പിറ്റേ അടുത്ത പേജിൽ ഉത്തരം എഴുതിയോ? 110. 110 ആണോ 108? 2 രൂപ കുറക്കില്ല. എല്ലാരും ഒന്ന് സൈൻ ചെയ്യണം. എഗ്രിമെന്റാ? സംഗീതം ഒപ്പ് പോരല്ല. ഇതിപ്പോ ഉണ്ടാക്കിയതല്ലേ? തെറ്റുപ്പണോ? അല്ലല്ല, അർജുൻ ഓരോ ദിവസം ഓരോ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വേറെ അല്ലെങ്കിൽ ഉപ്പ്. അലക്സാണ്ടർ ഞാൻ ഒന്ന് പറയട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഫിലിം ഒരു ഹ്യൂജ് സക്സസ് ആവട്ടെ. ഫിലിം കണ്ടിട്ട് ഞാൻ അറിയിക്കാം ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ബീയിങ് ഓൺ ദ ഷോ. விட மாட்டேன்.